എല്ലാ പ്രിയ കൂട്ടുകാർക്കും LCHF റെസിപ്പിയിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഡയറ്റ് എല്ലാം വളരെ സ്ട്രിക്റ്റായിട്ട് മുന്നോട്ട് പോകുന്നു എന്ന് കരുതുന്നു. ഇന്ന് ഞാനൊരു വെജിറ്റേറിയൻ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. പനീർ പക്കോട ആണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. വളരെ ടേസ്റ്റിയായ, ഉള്ളെല്ലാം വളരെ സോഫ്റ്റായിട്ടുള്ളൊരു റെസിപ്പിയാണിത്. LCHFൽ സാധാരണയായി ബ്രേക്ക്ഫാസ്റ്റിന് ബട്ടർ കോഫിയുടെ കൂടെ എഗ്ഗ് ഉപയോഗിച്ച് എന്തെങ്കിലും റെസിപ്പികളാണ് കഴിക്കാറുള്ളത്. അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഈ പനീർ പക്കോട റെസിപ്പി നിങ്ങൾക്ക് പരീക്ഷിച്ച് നോക്കാം. പ്രത്യേകിച്ച് വെജിറ്റേറിയൻ ആയിട്ടുള്ള ആൾക്കാർക്ക് രാവിലെ പനീർ റെസിപ്പി വളരെ ഉത്തമമാണ്. പിന്നെ മയോണൈസിൻ്റെ കൂടെയോ പുതിന ചട്നിയുടെ കൂടെയോ നിങ്ങൾക്കിത് കഴിക്കാം. വളരെ എളുപ്പം തയ്യാറാക്കാവുന്ന ഒരു റെസിപ്പിയാണ്. അതുകൊണ്ട് തന്നെ രാവിലെ ജോലിക്ക് പോകുന്നവർക്കെല്ലാം ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. എങ്ങനെയാണ് പനീർ പക്കോട ഉണ്ടാക്കുന്നത് എന്നും എന്തൊക്കെയാണ് ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്നും നോക്കാം. പനീർ അല്ലെങ്കിൽ ഫെറ്റ ചീസ് ഞാനിവിടെ 200 ഗ്രാം എടുത്തിട്ടുണ്ട്. ഇനി മാവ് തയ്യാറാക്കാൻ വേണ്ടി നമുക്ക് ആവശ്യമുള്ളത് ഒരു മുട്ട, 4 ടേബിൾ സ്പൂൺ ചിക്ക്പീ ഫ്ലോർ, 1 ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാക്കിയത്, ഉപ്പ്, 3/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്രയും ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്ക് മാവ് തയ്യാറാക്കാം. കാബൂളിക്കടല, വെള്ളക്കടല എന്നറിയപ്പെടുന്ന ഈ ചിക്ക്പീ ചില ആളുകൾക്ക് ഷുഗർ ലെവലിൽ മാറ്റം വരുന്നതായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് കഴിക്കുന്നവർ ശ്രദ്ധിക്കുക. മാക്സിമം ഒരു ദിവസം 30 ഗ്രാമിൽ കൂടുതൽ കഴിക്കരുത്. അതും വല്ലപ്പോഴും മാത്രമേ കഴിക്കാവൂ. അപ്പോൾ നോക്കാം എങ്ങനെയാണിത് റെഡിയാക്കിയെടുക്കുന്നതെന്ന്. ആദ്യം നമുക്ക് പനീറിനെ കട്ട് ചെയ്തെടുക്കണം. ഞാനിവിടെ പനീർ കട്ട് ചെയ്യുകയാണ്. ഒരു 1/4 ഇഞ്ച് കട്ടിയിലാണ് ഞാനിത് കട്ട് ചെയ്തെടുക്കുന്നത്. 1 ഇഞ്ച് നീളവും 1/2 ഇഞ്ച് വീതിയുമുണ്ട്. നിങ്ങൾക്കിഷ്ടമുള്ള സൈസിൽ കട്ട് ചെയ്തെടുക്കാം. മാവ് തയ്യാറാക്കാം. ചിക്ക്പീ ഫ്ലോർ ബൗളിലേക്ക് ഇട്ടു. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി എന്നിവ ഇട്ടു. കുരുമുളക് പൊടി ഇട്ടു. ഇനി പാകത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുത്തു. ഇനി മുട്ട പൊട്ടിച്ചൊഴിക്കുകയാണ്. ഇനി മാവ് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇവിടെ ഞാൻ ഒരു മുട്ട മാത്രമാണ് ചേർത്തിട്ടുള്ളത്. മാവ് നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് അല്പം വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 5 ടേബിൾ സ്പൂൺ വെള്ളം ഞാൻ ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം ബാറ്റർ പാകം കട്ടിയായിട്ടുണ്ട്. ബാറ്ററിലെ ഉപ്പും എരിവും എല്ലാം നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്യാൻ നോക്കാം. ചിക്ക്പീ ഫ്ലോർ നിങ്ങൾ എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു മുട്ട കൂടി കൂടുതൽ ചേർത്തിട്ട് ബാക്കി ഇൻഗ്രീഡിയൻസും കൂട്ടി മാവ് തയ്യാറാക്കിയാൽ മതി. പിന്നീട് ആ മാവിൽ ചീസ് കഷ്ണങ്ങൾ മുക്കി പൊരിച്ചാൽ മതി. ഞാനിവിടെ കുക്കിംഗ് ബട്ടറിലാണ് ഫ്രൈ ചെയ്യുന്നത്. ബട്ടർ ഇവിടെ ഉരുക്കി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി കട്ട് ചെയ്ത് വെച്ച പനീർ എടുത്തിട്ട് മാവിലേക്ക് ഇടുകയാണ്. ഈ പനീറിനെ ഓരോന്നിനെയും മാവിൽ മുക്കിയിട്ട് വേണം പൊരിച്ചെടുക്കാൻ. പനീറുടെ എല്ലായിടത്തും ഞാൻ മാവ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു.
ഇനി ഒരു ഫോർക്ക് കൊണ്ട് ഓരോന്നും എണ്ണയിലേക്ക് എടുത്തിടുകയാണ്. വളരെ പെട്ടെന്ന് തന്നെ ഇത് ഫ്രൈ ആയി കിട്ടും. ബാക്കിയുള്ള പനീറിനെ ഞാൻ മാവിലേക്ക് എടുത്തിടുകയാണ്. പനീറിൽ ഞാൻ മാവ് കവർ ചെയ്ത് കൊടുക്കുകയാണ്. ആദ്യം ഫ്രൈ ചെയ്യാനിട്ടത് ഒരു വശമായിട്ടുണ്ട്. ഇനി മറിച്ചിട്ട് കൊടുക്കാം. അടിഭാഗമെല്ലാം നല്ല ഗോൾഡൻ നിറമായിട്ടുണ്ട്. ഇനി ബാക്കി കൂടെ ഫ്രൈ ആയി കഴിഞ്ഞാൽ നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. മറുവശവും ഫ്രൈ ആയിട്ടുണ്ട്. ഞാനിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. ഇതുപോലെ മുഴുവനും ഫ്രൈ ചെയ്തെടുക്കുക. നല്ല ഗോൾഡൻ നിറമായി കിട്ടിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും ഞാൻ വറുക്കാനിടുകയാണ്. ഒരു ഫോർക്ക് ഉപയോഗിക്കുമ്പോൾ കയ്യിലേക്ക് എണ്ണ തെറിക്കുന്ന കാര്യം പേടിക്കേണ്ട. ഇതുപോലെ മുഴുവനും ഫ്രൈ ചെയ്തെടുക്കുക. ഞാനിവിടെ എല്ലാതും ഫ്രൈ ചെയ്തെടുത്തു. ഇനി ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. പനീർ പക്കോട റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. മയോണൈസും യോഗർട്ടും മിക്സ് ചെയ്ത് അതിൽ ഡിപ്പ് ചെയ്താണ് ഞാനിത് കഴിച്ചത്. 3 തവണ പനീർ പക്കോട ഞാൻ ഉണ്ടാക്കി നോക്കിയിരുന്നു. ഒരു തവണയാണ് ചിക്ക്പീ ഫ്ലോർ ആഡ് ചെയ്തത്. മറ്റു 2 തവണയും മുട്ടയിൽ മാവ് തയ്യാറാക്കിയിട്ടാണ് ഫ്രൈ ചെയ്തെടുത്തത്. 2 രീതിയിലും ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമല്ലോ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുകയും വേണം. ഇതുവരെയും റെസിപ്പീസ് കാണുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്ത എല്ലാ സഹോദരങ്ങൾക്കും നന്ദി. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.